ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് മേൽ ഇന്ത്യ നടത്തിയ വലിയ ആക്രമണമായിരുന്നു. ഒരു യുദ്ധസമാനം തന്നെയായിരുന്നു ആ ആക്രമണം. അതിൽ പാകിസ്ഥാന് വലിയ നഷ്ടങ്ങളുണ്ടായി. എന്തൊക്കെയാണ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായിരുന്ന നഷ്ടത്തിനെ പറ്റിയൊരു കണക്ക് സാധാരണ ഈ ദേശീയ ചാനലുകളിലൊക്കെ വരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ MJ അഗസ്റ്റിൻ വിനോദ് അദ്ദേഹം ഒരു ലേഖനത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായ നഷ്ടങ്ങൾ. ഈ ഗ്രൂപ്പ് ക്യാപ്റ്റൻ MJ അഗസ്റ്റിൻ വിനോദ് നേരത്തെ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. മിറാഷ് 2000-ൻ്റെ പൈലറ്റായിരുന്നു അദ്ദേഹം. ഇപ്പോൾ എമോസ് എയറോസ്പേസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ സഹസ്ഥാപകനാണ്. എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ്. ഈ വിമാനാപകടങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചതാണ് എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ 23 മിനിറ്റ് ആക്രമണത്തിൽ നഷ്ടമായത് മറ്റേ പാകിസ്ഥാന് 6 പോർവിമാനങ്ങൾ. അതിൽ 3 JF-17 തണ്ടേഴ്സ്, മറ്റേ ചൈന കൊടുത്ത വിമാനങ്ങൾ 3, 2 മിറാഷ് 3-5 വേരിയൻസ്, 3ഉം 5ഉം അത് മാറി മാറിയുള്ളത്, 2 മിറാഷ് ഫ്രഞ്ച്, പിന്നെ 1 F-16 ബ്ലോക്ക് 52 അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ BVR മിസൈലുകൾ വഴിയും ഡ്രോണുകളും വഴിയുമാണ് നമ്മൾ ഇത് തകർത്തിരിക്കുന്നത്. ഇത് തകർത്തിരിക്കുന്നത് ജക്കോബാബാദ്, റഹിം യാൻഗാൻ, സർഹോദ താവളങ്ങളിൽ. അതായത് 6 പോർവിമാനങ്ങൾ, അത് മറ്റേ ചൈനയിൽ നിന്ന് വാങ്ങിച്ച 3, 2 മിറാഷ്, 1 F-16 അത് സർഗോദ, ജക്കോബാബാദ്, റഹിം യാർഗാൻ വ്യോമതാവളങ്ങളിൽ. പിന്നെ 2 വാക്സ് വിമാനങ്ങൾ മുൻപ് നമ്മൾ ചർച്ച ചെയ്തപ്പോഴും 2 വാക്സ് വിമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ തരംതിരിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ല. സാബ് 2000 എറായി തന്നെ ആയിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. കാരണം സ്വീഡൻ്റെ സാബ് എറായി, കാരണം ചൈനയിൽ നിന്നുള്ളത് 2024 വാക്സൊക്കെ റിട്ടയർ ചെയ്യിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2ഉം സാബ് 1000 ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൽ മാറ്റമുണ്ട്. കാരണം 1 ZDK-03 കാരക്കോരം ഈഗിൾ വാക്സ് ആണ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ZDK-03 കാരക്കോരം ഈഗിള് ബുലാരി വ്യോമത്താവളത്തിൽ ഹാങ്ങറിലുണ്ടായിരുന്നതാണ്. മറ്റേത് സാബ് 2000 അതാണ് നമ്മളിവിടുന്ന് S-400 കൊണ്ട് 314 കിലോമീറ്റർ അകലെ, നമ്മുടെ ഇവിടെ നിന്ന് അപ്പുറത്ത് 314 കിലോമീറ്റർ അകലെ ആകാശത്ത് വെടിവെച്ച് തകർത്തത്. 2 വാക്സ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. കാരണം ആകെ 5 കാണുള്ളൂ, ഇന്ത്യക്കും അത്രയൊക്കെ ഉള്ളൂ. ഈ ചൈന കൊടുത്തത് വലിയ ഗുണമില്ല എന്ന് തോന്നിയിട്ട് കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്യിച്ചാണ്. പക്ഷേ ഇതിൽ 1 ZK-03 കാരക്കോറം ഈഗിൾ തന്നെയാണെന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. 3 C-130 ഹെർക്കുലിസ് ട്രാൻസ്പോർട്ട് വിമാനം, അത് വൈമാനികർ ഉൾപ്പെടെ ആണ് തകർന്നിരിക്കുന്നത്. C-130 ഹെർക്കുലിസ് ട്രാൻസ്പോർട്ട് വിമാനം, ഇത് നമ്മൾ ബ്രഹ്മോസ് കൊണ്ടാണ് തകർത്തിരിക്കുന്നത്. അത് നൂർഖാൻ വ്യോമതാവളത്തിലാണ്. അപ്പോൾ നമ്മൾ S-400 അല്ലേ, ഡ്രോണുകൾ, ബ്രഹ്മോസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 4 ഡ്രോണുകൾ, പിന്നെ ആളില്ല ഇതുപോലെ തന്നെ വിമാനങ്ങൾ, UAVകൾ, പിന്നെ അത് 15 തകർന്നിട്ടുണ്ട്. പിന്നെ ചൈനയുടെ വിങ്ലൂങ് എന്ന് പറയുന്ന ഡ്രോൺ, അതും തകർന്നതിൽ പെടുന്നുണ്ട്. അതൊക്കെ തകർത്തിരിക്കുന്നത് നമ്മൾ ആകാശ് തീർ സമർ, നമ്മുടെ തദ്ദേശീയമായ ആകാശ് തീർ സമർ മുഖേനയാണ് ഈ ഡ്രോണുകളും UAVകളും ചൈനയുടെ വിങ്ലൂങ്ങുമൊക്കെ തകർത്തിരിക്കുന്നത്. പിന്നെ ഈ JF വിമാനങ്ങളുണ്ടല്ലോ, അത് JF
17 അത് ബഹവൽപൂർ ജക്കോബാബാദ് വ്യോമത്താവളങ്ങളിലാണ് തകർത്തിരിക്കുന്നത്. നമ്മുടെ അസ്ത്ര MICA ഉപയോഗിച്ചാണ് നമ്മൾ തകർത്തിരിക്കുന്നത്. പിന്നെ ബഹവൽപൂർ ജക്കോബാബാദിലാണ് അവ തകർത്തിരിക്കുന്നത്. മിറാഷ് തകർത്തത് സ്പൈസ് 2000 ഉപയോഗിച്ചിട്ടാണ് മിറാഷ് വിമാനം തകർത്തിരിക്കുന്നത്. അത് റഹിം യാർ ഖാൻ വ്യോമത്താവളത്തിലാണ് മിറാഷ് തകർത്തിരിക്കുന്നത്. F-16 സർഗോദയിലാണ് തകർത്തിരിക്കുന്നത്. സർഗോദ വ്യോമത്താവളത്തിൽ BVR ഇൻ്റർസെപ്റ്റേഴ്സ് ആണ് അത് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ സാബ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 314-315 കിലോമീറ്റർ അകലെ ആണ് ചെയ്തത്. ZDK-03 അത് ഡ്രോണും മിസൈലും ഉപയോഗിച്ച് ബൊലാരിയിലാണ് തകർത്തത്. നമ്മൾ ഡ്രോണും മിസൈലും ഉപയോഗിച്ചിട്ട് അത് ചിലപ്പോൾ ഡ്രോൺ നിരീക്ഷണത്തിന് പോയിട്ട് ഇന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത ശേഷം ആ വിവരം കിട്ടിയിട്ട് പിന്നെ മിസൈൽ അയച്ച് തകർക്കുന്ന പരിപാടിയുണ്ട്. C-13 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് ബ്രഹ്മോസ് തകർത്തത് നൂർഖാൻ വ്യോമതാവളത്തിലാണ്. പിന്നെ ഈ UAV ഡ്രോണുകൾ ഒക്കെ ഈ സർഫസ് ടു എയർ മിസൈലുകൾ, എയർ സ്ട്രൈക്കുകൾ, ബോംബിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഷഹബാസ് വ്യോമത്താവളത്തിലാണ്. ഷഹബാസ് വ്യോമത്താവളം, പിന്നെ മിയാൻ വാലി വ്യോമത്താവളം, 2 സ്ഥലങ്ങളിൽ. ഈ മിയാൻ വാലിയും ഷഹബാസും അതിർത്തിക്കടുത്ത് തന്നെ ഉള്ള വ്യോമത്താവളങ്ങളാണ്. നൂർഖാൻ തന്നെയാണ് ഈ ചക്ലാല എന്ന് പറയുന്ന താവളം. ബൊലാരി, സർഗോദ, ജക്കോബാബാദ്, സുക്കൂർ, റഹിം യാർ ഖാൻ, ഷഹബാസ് തുടങ്ങി 10 വ്യോമത്താവളങ്ങളിലാണ് ആക്രമണം നടന്നത്. അപ്പോൾ 6 പോർ വിമാനങ്ങൾ, 2 അവാക്സ്, ഒരു C-13 ഹെർക്കുലീസ്, ഡ്രോണുകൾ, UAV, F-16 ഇത്രയും ഒക്കെ കൃത്യമായി നശിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ്റെ വ്യോമ കരുത്തിൻ്റെ നട്ടല്ലൊടിച്ചിട്ടാണ് ഇന്ത്യ ഈ ആക്രമണം പൂർത്തിയാക്കിയത്. 70% അവരുടെ എയർ പവർ പോയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളിലുണ്ടല്ലോ. ഏതാണ്ട് 5 മുതൽ 6 വർഷം വരെ എടുക്കും ഇവർക്കിതെല്ലാം തിരിച്ചു കൊണ്ടുവരാനെന്നാണ് പറയപ്പെടുന്നത്. കാരണം റഡാർ സിസ്റ്റം അടക്കം ഇല്ലാതാക്കിയിട്ടുണ്ട്. നമ്മുടെ D4 എന്ന് പറയുന്ന ആൻറ്റി ഡ്രോൺ സിസ്റ്റം വലിയ രീതിയിൽ പങ്കുവച്ചു. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഈ വിമാനത്തിൻ്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അതല്ലാതെ ഈ വ്യോമ വേദ സംവിധാനങ്ങളില്ലേ, അതെ അതെ, മറ്റേ HQ-9 ഒക്കെ പോലെ 9 and 16 ചൈനയുടെ അതൊക്കെ തകർത്തത് വേറെ റഡാർ സിസ്റ്റവും എല്ലാം അതിൽ പെടുന്നതാണ്. അപ്പോൾ ഈ D4-ന്റെ ഇപ്പോൾ വലിയ പ്രവർത്തന മികവ് മറ്റേ വാക്സിലും ഉണ്ട്, റഡാർ വാക്സിലുണ്ട്. അത് ഈ പ്രവർത്തന മികവ് കണ്ടിട്ട് ഇപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യയോട് ചോദിച്ചിരിക്കുകയാണ് ഈ സംവിധാനം നൽകുമോ എന്ന് ചോദിച്ചിരിക്കുക. കാരണം അത്രയേറെ പോരാട്ട വീര്യം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞു. പാകിസ്ഥാൻ്റെ വ്യോമ സംവിധാനങ്ങളുടെ, വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെയും വ്യോമ നിരീക്ഷണ സംവിധാനത്തിൻ്റെയും ഇത് 3ഉം ഒരേ സമയം ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യയുടെ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് എപ്പോഴും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന അജിത് ദോവലായിരിക്കും. കാരണം പാകിസ്ഥാൻ്റെ മുക്കും മൂലയും അറിഞ്ഞ ആളാണ്. പാകിസ്ഥാൻ്റെ വ്യോമ സംവിധാനങ്ങൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഡോവൽ അടക്കമുള്ള ഇന്ത്യയുടെ ബുദ്ധി കേന്ദ്രങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നിരിക്കണം. ഡോവൽ പ്രധാനമായിട്ടും മറ്റേ പോലീസിലുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇസ്ലാമാബാദിലുമൊക്കെ. അതെ, അവിടെ അവരുടെ വേഷത്തിലുമൊക്കെ നടന്ന ഇൻ്റലിജൻസ് ഗാദറിങ് എന്ന് പറഞ്ഞ സംവിധാനം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷേ ഓപ്പറേഷൻ എല്ലാവരും കൂടി ചർച്ച ചെയ്ത്, നമ്മുടെ സേനകൾ 3 സേനകളും കൂടി ചർച്ച ചെയ്ത് നമുക്ക് ഈ എങ്ങനെയാണ് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഓരോ കേന്ദ്രവും എങ്ങനെയാണ്, ആ കേന്ദ്രത്തിലെ എന്തൊക്കെ സംഗതി അസറ്റ്സ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നല്ല ധാരണയോടുകൂടി ഉപഗ്രഹ ചിത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ മുമ്പ് ഈ പവർമാൾട്ട് കഴിച്ചതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ് ചിത്രം വരുമായിരുന്നു. എന്ന് വരുന്നത് പോലെ ഇപ്പം ചിത്രങ്ങളും ഉണ്ടല്ലോ. മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്
ഗർത്തങ്ങളുമായിട്ട് നിൽക്കുന്നതൊക്കെ കാണാം. 10-20 അടി താഴ്ചയുള്ള ഗർത്തങ്ങളാണ് പാകിസ്ഥാൻ്റെ എയർബേസുകളിലെല്ലാം രൂപപ്പെട്ടത്. അത്ര കനത്ത ആക്രമണം ഇന്ത്യക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ വ്യോമകരുത്തിൻ്റെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും മികവ് തന്നെയാണ്. ഈ 23 മിനിറ്റിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് യുദ്ധചരിത്രത്തിൽ അസാധാരണമായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ അത് പലതരത്തും ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന ഒരു യുദ്ധം കൂടിയാണിത്. അതെ, അപ്പോൾ കാർഗിലും അതുപോലെയായിരുന്നു. 10:1 ആയിരിക്കും കാർഗിൽ യുദ്ധത്തിൻ്റെ ഡെത്ത് റേഷ്യോ എന്നാണ് ലോകം വിലയിരുത്തിയത്. പക്ഷേ നമ്മൾ അതിനെ മറികടന്ന് പാകിസ്ഥാനെ തോൽപ്പിച്ച ഒരു കരുത്തായിരുന്നു. അതിവിടെയും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് പീരങ്കികളൊക്കെ ധാരാളം സഹായം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.